നമസ്കാരം. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയുടെ വാഗ്ദാനങ്ങൾ കേരള ജനത വിശ്വസിക്കില്ല. ജനങ്ങളെ എന്നും പറ്റിക്കാമെന്ന ധാരണ വേണ്ട. പൌരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൌനം RSS അജണ്ട നടപ്പാക്കുന്നതല്ലേ എന്നും പിണറായി വിജയൻ. BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കാർഷിക, വ്യാവസായിക, റെയിൽവേ മേഖലകളിലെ സാധ്യതകൾ പാലക്കാടിന്റെ സമഗ്ര വികസനത്തിനായി പരമാവധി പ്രയോജനപ്പെടുത്താൻ അവസരം നൽകണമെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. പര്യടനത്തിനിടെ സിറ്റിംഗ് MPയെ രൂക്ഷമായി വിമർശിച്ച് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പഞ്ചായത്ത് അംഗത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാനല്ല ജനങ്ങൾ MPയെ ദില്ലിയിലേക്ക് അയച്ചതെന്ന് വിമർശനം. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ ചായ മക്കാനിയുമായി UDYF. മോദി സർക്കാർ ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. കേന്ദ്ര സർക്കാരിന്റെ ശ്രമം മതേതരത്വം തകർത്ത് വർഗീയത വളർത്താൻ. ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF പ്രചരണ യോഗങ്ങൾ. പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കേരളത്തിൽ ആദ്യമായി ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം. ഉദയ എക്സ്പ്രസ് പാലക്കാട്ടെത്തിയത് സ്ഥിരം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി. പാലക്കാട് ജംഗ്ഷനിലെ സൌകര്യങ്ങൾ തൃപ്തികരം. ഡിവിഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ട്രെയിനിനെ വരവേറ്റു. കൊടും വേനലിൽ ജലസംഭരണത്തിൽ വീഴ്ച. മങ്കര കണ്ണംകടവ് തടയണയിലെ ജലം ഷട്ടറിടാത്തതിനാൽ ഒഴുകി പാഴായി. അധികൃതരുടെ അനാസ്ഥയെന്ന ആക്ഷേപം. കൊടും വേനലിൽ നീർത്തടങ്ങൾ മരുഭൂമിയായി. കൽപ്പാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയും വറ്റി. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പൂർത്തിയാകാത്ത റൂഫിംഗ് പ്രവൃത്തി അപകട ഭീഷണിയായി. 10 വർഷം മുൻപ് പാതിയിൽ നിലച്ച പ്രവൃത്തിയുടെ ഇരുമ്പുകാലുകൾ തുരുമ്പെടുത്ത നിലയിൽ. ശക്തമായ കാറ്റടിച്ചാൽ ഭാഗികമായി പൂർത്തീകരിച്ച റൂഫിംഗ് നിലംപൊത്തുമെന്ന ആശങ്ക. ദുരന്തം ഒഴിവാക്കാൻ അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പൂരാവേശത്തിൽ തൃശൂർ. സാമ്പിൾ വെടിക്കെട്ടോടെ ശക്തന്റെ നഗരി ആഘോഷ നിറവിലേക്ക്. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ 2ാമത്തെ സർക്കുലറും പിൻവലിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കും പരിഹാരം. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിനും തുടക്കമായി. വിശ്വപ്രസിദ്ധമായ പൂരം 19-ന്. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങൾ ഒന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും എല്ലാ തവണയും പറ്റിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൌരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൌനം RSS അജണ്ട നടപ്പാക്കുന്നതല്ലേ എന്നും പിണറായി ചോദിച്ചു. പട്ടാമ്പിയിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഭരണത്തിൽ രാജ്യം വലിയ അപകടാവസ്ഥയിലാണ്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെന്നും രാജ്യത്തിന്റെ തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം. രാഷ്ട്രം അപകടാവസ്ഥയിലാണെന്ന ചിന്ത എല്ലാവരിലുമുണ്ട്. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം രാജ്യം ഭരിക്കുന്ന BJP ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തകർന്നുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ തകരാതെ കാത്തുസൂക്ഷിക്കണം. ഇതാണ് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പിൽ അർപ്പിതമായിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കേരളത്തോടുള്ള ജനവിരുദ്ധ മനോഭാവമാണ് മോദിക്കും കേന്ദ്ര സർക്കാരിനുമുള്ളത്. കേരളത്തിൽ പല വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്രം സഹായിച്ചില്ല. എന്നിട്ടാണിപ്പോൾ മോദി കേരളത്തിലെത്തി വാഗ്ദാനങ്ങൾ വാരിക്കോരി ചൊരിയുന്നത്. പ്രധാനമന്ത്രിയുടെ വാഗ്ദാനങ്ങളൊന്നും ജനം വിശ്വസിക്കില്ലെന്നും എല്ലാ തവണയും മോദിക്ക് ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിൽ അഭിപ്രായം പിന്നെ പറയാമെന്ന MM ഹസന്റെ പ്രസ്താവന എത്ര അപഹാസ്യമാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. പൗരത്വ ഭേദഗതി നിയമത്തിൽ കേരളത്തിലെ 18 UDF MPമാർ പാർലമെന്റിൽ ഒരക്ഷരം പോലും മിണ്ടിയില്ല. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ഇതുവരെ രാഹുൽ ഗാന്ധി അഭിപ്രായം പറയാത്തത് RSS അജണ്ട നടപ്പാക്കുന്നതല്ലേ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. അതിനകത്ത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. ഏകകണ്ഠമായി ഈ നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം നിയമസഭ അംഗീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിന്റെ കേരള അധ്യക്ഷൻ KPCC പ്രസിഡന്റ് അന്നത്തെ അദ്ദേഹം പറയാണ്, കേന്ദ്രം പാസാക്കിയ നിയമം ഇവിടെ നിയമസഭ പ്രമേയം പാസാക്കിയതുകൊണ്ട് നടപ്പാക്കാതിരിക്കുമോ?
എത്ര ചരിത്ര നിഷേധമായ പ്രസ്താവനയാണ്. എന്താണ് ആ പ്രസ്താവനയുടെ പൊരുൾ? എന്താണ് ഇവർക്ക് നിലപാട് വ്യക്തമാക്കാൻ മടിയെന്നും പിണറായി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ കരുത്ത് എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇടതുപക്ഷ നിലപാട് വ്യത്യസ്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ പ്രചരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മുഹ്സിൻ MLA അധ്യക്ഷനായി. മന്ത്രി MB രാജേഷ്, AK ബാലൻ, A. വിജയരാഘവൻ, NN കൃഷ്ണദാസ്, NP വിനയകുമാർ, T. ഗോപാലകൃഷ്ണൻ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മതരാഷ്ട്രമാകുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ മഞ്ഞളാടിപ്പടിയിൽ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. BJPയുടെ മുഖ്യശത്രു ഇടതുപക്ഷമാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. മതനിരപേക്ഷത മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വേട്ടയാടുന്നത്. ഇടതുപക്ഷം തകർന്നാൽ ഇന്ത്യ തന്നെ തകരുമെന്ന് മന്ത്രി പറഞ്ഞു. ഒന്നുമില്ല, അതെല്ലാം പകർന്ന് തരിപ്പണമാക്കുന്ന ഭരണ ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ അട്ടഹാസം ഞാൻ കേൾക്കേണ്ടി. അതുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ദേശാഭിമാനികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ പരാജയപ്പെടുത്തിയിട്ട് കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ വിജയിപ്പിച്ചുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ കഴിയും. ഇവിടെയാണെങ്കിൽ BJPയോടൊപ്പം ആന്തരികമായും ബാഹ്യമായും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF അവരോടൊപ്പം നീങ്ങുകയാണ്. ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പൊതുശത്രു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ അധിനായകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നഗരസഭാ കൗൺസിലർ P. ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ, വരോഡ് ലോക്കൽ സെക്രട്ടറി PC. സോമൻ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് T. സുനിൽ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. അബ്ദുൽ നാസർ, IM സതീശൻ, ജനതാദൾ S ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് K. ബാബു മൊയ്തീൻകുട്ടി, അഡ്വക്കേറ്റ് T. രവിശങ്കർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു. മൂന്നാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി റാലികളും പൊതുയോഗങ്ങളും നടത്തുന്ന തിരക്കിൽ മുന്നണികൾ. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏപ്രിൽ 18 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കോട്ടായിൽ പ്രസംഗിക്കും. ഏപ്രിൽ 20 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പെരുങ്ങോട്ടുകുറിശി നടുവത്തപ്പാറയിൽ നടത്തുന്ന പൊതുയോഗത്തിൽ ജോൺ ബ്രിട്ടാസ് MP പങ്കെടുക്കും. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം ഏപ്രിൽ 19 വെള്ളിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AK ബാലൻ മാത്തൂർ ആനിക്കോടും പ്രസംഗിക്കും. ഏപ്രിൽ 20 ശനിയാഴ്ച പറളി ചെക്ക് പോസ്റ്റിലും LDF പൊതുയോഗം സംഘടിപ്പിക്കും. UDF പൊതുയോഗങ്ങൾ തീരുമാനിക്കുന്നതേ ഉള്ളൂവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കാർഷിക, വ്യാവസായിക, റെയിൽവേ മേഖലകളിലെ സാധ്യതകൾ പാലക്കാടിന്റെ സമഗ്ര വികസനത്തിനായി പരമാവധി പ്രയോജനപ്പെടുത്താൻ അവസരം നൽകണമെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു A. വിജയരാഘവൻ. പാലക്കാടിന്റെ കാർഷിക വ്യാവസായിക പ്രതാപം വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. റെയിൽവേ വികസന സാധ്യതകളും വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിന് മാറ്റമുണ്ടാകണം. പരിമിതികളേറെയുണ്ടെങ്കിലും നിലവിലുള്ള സാധ്യതകളെ പാലക്കാടിന്റെ സമഗ്ര വികസനത്തിനായി പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് A. വിജയരാഘവൻ പറഞ്ഞു. ഇതിന് ജനങ്ങൾ അവസരം നൽകണം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രവും നമ്മുടെ ഇന്നത്തെ ഒരു പൊതുസ്ഥിതിയുടെ പ്രതിഫലനം ഈ രണ്ട് മേഖലയിലും അത്ര ഗുണകരമായില്ല നിൽക്കുന്നത്. സാധ്യതകൾ വളരെയേറെയുണ്ട്. ഇപ്പോൾ വികസനത്തിന്റെ സാധ്യത, ഇൻഫ്രാസ്ട്രക്ചറിന്റെ വലിയധികം സാധ്യതയുണ്ട്, റെയിൽവേയുടെ സാധ്യതകളുണ്ട്, ഞാനീ പറഞ്ഞ കാർഷിക വ്യാവസായിക ഘടകങ്ങളുടെ സാധ്യതയും. അതിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുന്ന തരത്തിലേക്ക് ഉള്ള ഒട്ടേറെ പരിമിതികളും പൊതുവെയുള്ള ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെയും നയസമീപനങ്ങളുടെയും പ്രതിഫലനം എന്ന നിലയിൽ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആകെ വ്യവസ്ഥയെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും നിലവിലുള്ള സാധ്യതകളെ ഫലപ്രദമായി പാലക്കാടിന്റെ വികസനത്തിന് സഹായകരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് പാലക്കാട്ടുകാർ നൽകുന്നത്.
ഫാസിസത്തിന് ബദൽ ഇടതുപക്ഷം മാത്രമാണെന്ന് കേരള ജനതയ്ക്ക് ബോധ്യമുണ്ട്. പാർലമെന്റിൽ ഈ നാടിന്റെ ശബ്ദമാകാൻ അവസരം നൽകണമെന്നും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്നും എ വിജയരാഘവൻ പറഞ്ഞു. മുൻ MP NN കൃഷ്ണദാസ്, EN സുരേഷ് ബാബു തുടങ്ങിയവരും എ വിജയരാഘവനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുപ്പിക്കാൻ പട്ടാമ്പിയിൽ ചായ മക്കാനിയുമായി UDYF പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ചായ മക്കാനി സംഘടിപ്പിച്ചത്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന ആശയത്തിലായിരുന്നു പരിപാടി. ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചതായിരുന്നു ഇത്തരമൊരു ആശയം. ഇത് ഏറ്റുപിടിക്കുന്ന തരത്തിലാണ് UDYF പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചായ മക്കാനി സംഘടിപ്പിച്ചത്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്നു എന്ന തലക്കെട്ടിലായിരുന്നു ചായ മക്കാനി സംഘടിപ്പിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി നമ്മുടെ നിലവിലെ MP കൂടിയായിരുന്ന ശ്രീ VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDYFന്റെ പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സ്നേഹത്തിന്റെ കട, വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മുതലുള്ള ഒരു മുദ്രാവാക്യം. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രധാന അജണ്ടയായി വെക്കുന്നത് ഈ രാജ്യമാകെ വർഗീയത പടർത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ജനങ്ങളെയും വലിയ രീതിയിൽ ദുസ്സഹമായ രീതിയിലേക്ക് അവരുടെ ജീവിതത്തെ തള്ളിവിട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിന്റെ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഒരു സ്നേഹത്തിന്റെ കട നമ്മൾ എല്ലാവരും കൂടിച്ചേർന്ന് തുറക്കും. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കൽപ്പക സ്ട്രീറ്റിൽ ചായ മക്കാനി സംഘടിപ്പിച്ചത്. റിയാസ് മുക്കോളി, MA സമദ്, KP വാപ്പുട്ടി, ജിതേഷ് മോഴിക്കുന്നം, ജയശങ്കർ കൊട്ടാരത്തിൽ, MK മുസ്താഖ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകിയത് മോദി സർക്കാരാണെന്നും മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ വർഗീയത വളർത്താനാണ് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി ചെറുതുരുത്തിയിൽ നടന്ന ആലത്തൂർ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരിക്കുന്നവരുടെ ഭരണവൈകല്യങ്ങളും വരാനിരിക്കുന്നവരുടെ വാഗ്ദാനങ്ങളുമൊക്കെ പലതരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വരുമെങ്കിലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിന്റെ മൗലികമായ ചില പ്രശ്നങ്ങൾ വേറെയാണ്. കേവലം ഭരണത്തിന്റെ വീഴ്ചകളുടെ മാത്രം പ്രശ്നമല്ല. ഒരു രാജ്യം അതിൻ്റെ അടിസ്ഥാനപരമായ മൗലികതയെ നിലനിർത്തേണ്ടതുണ്ടോ വേണ്ടയോ എന്നൊരു ചോദ്യമാണ്. എന്നാൽ 4 അതിരുകൾ കൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഒരു ഭരണ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യം മാത്രമല്ല ഇന്ത്യ. ഇന്ത്യ ഒരു ഐഡിയോളജിയാണ്. CPIM VS അച്യുതാനന്ദനെ മാതൃകയാക്കണമെന്നും പിണറായിയുടെ ഭരണം മോദിയോട് സന്ധി ചെയ്ത് മകളെ സംരക്ഷിക്കുന്നതിനാണെന്നും അദ്ദേഹം ആരോപിച്ചു. ചടങ്ങിൽ UDF ചേലക്കര നിയോജകമണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ TK സെയ്ദലവി അധ്യക്ഷനായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, UDF ആലത്തൂർ പാർലമെന്റ് നിയോജകമണ്ഡലം ജനറൽ കൺവീനർ PM അമീർ, കോൺഗ്രസ് നേതാക്കളായ E വേണുഗോപാല മേനോൻ, TN കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്മാരായ PI ഷാനവാസ്, PM അനീഷ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MP കുഞ്ഞിക്കോയ തങ്ങൾ, DCC സെക്രട്ടറി ജോണി മണിച്ചിറ, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി EH യൂസഫ്, വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഐഷ ഉമ്മർ, NS വർഗീസ്, മായാവുദയൻ, ബീന, M മഞ്ജുള, ഫൈസൽ ഉദുവടി, അഫ്സൽ മുള്ളൂർക്കര, കൈപ്ര മാധവൻകുട്ടി, ശിവദാസൻ, VM ഖാദർമോൻ, PT തമ്പി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഉജ്ജ്വല സ്വീകരണം. വല്ലപ്പുഴ പഞ്ചായത്തിലെ ചൂരക്കോട് നിന്നാണ് NDA സ്ഥാനാർത്ഥി K കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. തുടർന്ന് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. തുടർന്ന് സ്വീകരണ യോഗത്തിൽ സ്ഥാനാർത്ഥി സംസാരിച്ചു. മോദി സർക്കാരിന്റെ നിരവധി പദ്ധതികൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും വികസിപ്പിക്കാനുള്ള നിരവധി പദ്ധതികളും മോദി സർക്കാർ കഴിഞ്ഞ
10 വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് നടപ്പാക്കി വരുന്നു. ഈ രാജ്യത്തെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ, എല്ലാവർക്കും വീട് നൽകാൻ, എല്ലാ ഗ്രാമീണ റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കാൻ, ഇത്തരത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള പദ്ധതികൾ മോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾ പങ്കെടുത്തു. മുതുതല പഞ്ചായത്ത്, പട്ടാമ്പി നഗരസഭ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ പണി ചെയ്യാനല്ല എംപിയെ തെരഞ്ഞെടുത്തയക്കുന്നതെന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. കോങ്ങാട്, ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലങ്ങളിലെ പര്യടന വേളയിൽ സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. ഒരു പഞ്ചായത്ത് അംഗം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പാലക്കാട് MPക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും കൃഷ്ണകുമാർ പരിഹസിച്ചു. തെരുവുവിളക്ക് സ്ഥാപിക്കലും ഫ്ലക്സ് ബോർഡുകൾ വെക്കലുമല്ല MPയുടെ ജോലിയെന്ന് C. കൃഷ്ണകുമാർ പറഞ്ഞു. വാർഡ് മെമ്പറുടെ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതാണ് ഇക്കാര്യങ്ങൾ. ഈ പ്രവൃത്തികൾ മാത്രമാണ് പാലക്കാട് MP ചെയ്തത്. ഹൈമാസ്റ്റ്, മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു എന്നൊക്കെയാണ് നേട്ടമായി പറയുന്നത്. അതല്ല MPയുടെ ജോലി. നാടിനാവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാനുമാണ് MPയെ ജനങ്ങൾ തെരഞ്ഞെടുത്തയക്കുന്നത്. വിദ്യാഭ്യാസ, തൊഴിൽ രംഗമായാലും അടിസ്ഥാന വികസനമായാലും വ്യാവസായിക വികസനമായാലും മേഖലകളിലെ ഉന്നമനം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാനായി സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. അട്ടപ്പാടിയിൽ ശിശുമരണം വീണ്ടും തുടരുകയാണ്. മതിയായ ചികിത്സാ സൗകര്യമില്ലാത്തത് പരിഹരിക്കാൻ ആരാണ് ശ്രമിക്കേണ്ടത്? കേന്ദ്ര സർക്കാർ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ആശുപത്രിക്കായി 15 കോടി രൂപ അനുവദിച്ചിട്ടും പാലക്കാട്ടെ MP ഒന്നും ചെയ്തില്ല. ഏക്കർ കണക്കിന് ഭൂമി വെറുതെ കിടക്കുന്ന അട്ടപ്പാടിയിൽ ഈ ആശുപത്രിക്ക് ഇതുവരെ ഭൂമി അനുവദിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ പോലും MPക്ക് നേരമില്ല. പാവപ്പെട്ട അട്ടപ്പാടിക്കാരെ മരണത്തിന് ഇനിയും വിട്ടുകൊടുക്കണോ എന്ന് കൃഷ്ണകുമാർ ചോദിച്ചു. മലമ്പുഴ ഡാമിന് സമീപമുള്ള ആനക്കല്ല് പോലുള്ള പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ കുടിവെള്ളം കിട്ടാക്കനിയാണ്. വാട്ടർ ടാങ്കുകൾ നോക്കുകുത്തിയായി. വെള്ളം കൂടുതൽ കുടിക്കാൻ സർക്കാർ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ടാങ്കർ ലോറിയിൽ ഇത്തിരി കുടിവെള്ളം പോലും പഞ്ചായത്ത് അധികൃതർ എത്തിക്കുന്നില്ല. ചെളിവെള്ളമാണ് പലപ്പോഴും വിതരണം ചെയ്യുന്നതെന്ന് കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം നൂറുകണക്കിന് പ്രശ്നങ്ങളിൽ വലയുകയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ. കേന്ദ്രം അറിഞ്ഞു നൽകിയ പദ്ധതികൾ അല്ലാതെ ഒന്നുമില്ല. വരുന്ന തെരഞ്ഞെടുപ്പ് ഇതിനുള്ള ഉത്തരം നൽകാനുള്ളതാണ്. ഇനിയും ഇതെല്ലാം സഹിക്കണോ എന്ന് ജനം തീരുമാനിക്കണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലൂടെ ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തി ഡബിൾ ഡെക്കർ ട്രെയിൻ. സ്ഥിരം സർവീസിന് മുന്നോടിയായാണ് ഡബിൾ ഡെക്കറായ ഉദയ എക്സ്പ്രസ് പരീക്ഷണ ഓട്ടം നടത്തിയത്. തെരഞ്ഞെടുപ്പിന് ശേഷമാകും ട്രെയിൻ സർവീസ് സ്ഥിരമാക്കാനുള്ള തീരുമാനമെടുക്കുക. ബാംഗ്ലൂർ കോയമ്പത്തൂർ ഉദയ എക്സ്പ്രസ്സാണ് പാലക്കാട്ടേക്ക് നീട്ടുന്നത്. ഇതിന്റെ ഭാഗമായിരുന്നു പരീക്ഷണ ഓട്ടം. കോയമ്പത്തൂർ മുതൽ ബാംഗ്ലൂർ വരെ 432 കിലോമീറ്ററാണ് സർവീസ്. കോയമ്പത്തൂരിൽ നിന്നും പൊള്ളാച്ചി വഴി പാലക്കാട്ടേക്ക് വരുന്നതോടെ 90 കിലോമീറ്റർ കൂടി സർവീസ് നടത്തേണ്ടി വരും. രാവിലെ 8 മണിക്ക് കോയമ്പത്തൂരിൽ നിന്ന് യാത്ര തിരിച്ച ഉദയ എക്സ്പ്രസ് 10:45 പാലക്കാട് ടൗണിലും 11:05 പാലക്കാട് ജംഗ്ഷനിലും എത്തിച്ചേർന്നു. പാലക്കാട് ജംഗ്ഷനിൽ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ട്രെയിനിന് സ്വീകരണം നൽകി. പാലക്കാട് ജംഗ്ഷനിലെത്തിയ ട്രെയിൻ മുഴുവൻ ട്രാക്കുകളിലും പരീക്ഷണ ഓട്ടം നടത്തി. സാധാരണ ട്രെയിനുകളേക്കാൾ ഉയരമുള്ള ഡബിൾ ഡെക്കർ എത്തുമ്പോൾ പ്ലാറ്റ്ഫോമും ട്രാക്കും സുരക്ഷിതത്വവുമാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. തെരഞ്ഞെടുപ്പിന് ശേഷമാവും ട്രെയിൻ സർവീസ് സ്ഥിരമാക്കാനുള്ള തീരുമാനമെടുക്കുക. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അധികൃതരുടെ അനാസ്ഥ. ലക്ഷങ്ങൾ മുതൽ മുടക്കി നിർമ്മിച്ച തടയണയിലെ വെള്ളം പാഴായി. മംഗല കണ്ണങ്കടവ് തടയണയിലെ ജലമാണ് ഷട്ടറിടാത്തതിനാൽ പൂർണ്ണമായും പാഴായത്. 2-3 വർഷം മുൻപ് വരെ കർഷകരുടെ കൂട്ടായ്മയിൽ മരം കൊണ്ടുള്ള ഷട്ടർ സ്ഥാപിച്ചിരുന്നു. പിന്നീടത് ദ്രവിച്ച് നശിച്ചു.
എന്നാൽ 3 മാസം മുൻപ് ബന്ധപ്പെട്ട അധികൃതർ സ്ഥലം സന്ദർശിച്ച് പരിശോധിച്ച് ഫൈബർ ഷട്ടർ സ്ഥാപിക്കാമെന്ന് കർഷകർക്ക് ഉറപ്പ് നൽകിപ്പോയെങ്കിലും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ല. നിലവിൽ 12 ഷട്ടറുകളും തുറന്ന അവസ്ഥയിലാണ്. വെള്ളം പാഴായതോടെ 1.5 കിലോമീറ്റർ ദൂരം വരെ ഒരിറ്റ് വെള്ളം പോലും ഇല്ലാതെ പുഴ വറ്റി വരണ്ടു. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് 4 വർഷം മുൻപ് തടയണ പൂർത്തീകരിച്ചത്. പൂർത്തീകരിച്ച് 2 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നേ വരെ ഷട്ടർ സ്ഥാപിക്കാൻ തയ്യാറായതുമില്ല. ഇതോടെ മങ്കര റെയിൽവേ സ്റ്റേഷൻ കാളികാവ് മേഖലയിൽ ജലക്ഷാമം രൂക്ഷമായി. നിരവധി പേരുടെ കിണറുകളിൽ വെള്ളം താഴ്ന്ന അവസ്ഥയിലാണ്. പച്ചക്കറി, തെങ്ങ്, വാഴ ഇവയെല്ലാം ഉണങ്ങി നശിച്ചു. മങ്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്നത് ഈ തടയണയിലെ ജലമാണ്. ഒരിറ്റു വെള്ളം പോലും ഇല്ലാതെ വറ്റിവരേണ്ട പാറകളാണ് പുഴയിൽ കാണാൻ കഴിയുന്നത്. ഇനിയെങ്കിലും അധികൃതർ ഷട്ടർ സ്ഥാപിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകൻ ഷംസുദ്ദീൻ മാങ്കുറിശി ആവശ്യപ്പെട്ടു. കണ്ണങ്കടവ് ചെക്ക് ഡാമിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ ചെക്ക് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഏകദേശം 1.5 കിലോമീറ്ററോളം ഇപ്പോൾ കാണുന്ന ഈ സ്ഥിതിയിലാകാൻ കാരണം ഇവിടെ ഷട്ടറില്ലാത്തതിൻ്റെ കുറവാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തിലുള്ള മങ്കര, കാരാട്ടുപറമ്പ്, അതുപോലെ മങ്കര ഭാഗത്തും റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും അതുപോലെ മാങ്കുറിശി ചുറ്റുഭാഗങ്ങളിലൊക്കെ വെള്ളത്തിന് ക്ഷാമം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തീർച്ചയായിട്ടും ഷട്ടർ ഇടണമെങ്കിൽ ഈ ക്ഷാമം ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് ഭരണാധികാരികൾ പറഞ്ഞു, പെട്ടെന്ന് തന്നെ 2 മാസം മുമ്പ് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇവിടെ ഫൈബർ ഷട്ടർ നിർമ്മിക്കാം. പക്ഷേ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഷട്ടർ നിർമ്മിച്ച് ഈ വർഷം എന്തായാലും ഇനി നടക്കില്ല, അടുത്ത വർഷത്തേക്ക് ഭാവി കണ്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കടുത്ത വേനൽ അധികരിച്ചതോടെ മരുപ്പറമ്പായി നീർത്തടങ്ങൾ. പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തി രൂക്ഷമായ കുടിവെള്ളക്ഷാമവും. പറളി മേഖലയിലെ കൽപ്പാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയുമാണ് ഒരിറ്റ് വെള്ളമില്ലാതെ വറ്റിവരേണ്ടത്. പുഴകൾ വറ്റിയത് പ്രദേശത്തെ ശുദ്ധജല വിതരണത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. നിലവിൽ പ്രദേശത്തെ കുടിവെള്ള വിതരണം പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പുകളും ജനപ്രതിനിധികളും മാറി മാറി വാഗ്ദാനങ്ങൾ പഴങ്കഥയായി. എങ്ങുമെത്താതെ പറളി ഓടന്നൂർ പതിപ്പാലം നവീകരണം. പറളി കോട്ടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും മുണ്ടൂർ ദേശീയപാത ബൈപ്പാസുമായ പറളി ഓടന്നൂർ റൂട്ടിലെ പതിപ്പാലം ഉയരവും വീതിയും കൂട്ടി പുനർനിർമ്മിക്കുമെന്നും അതിനായി 15 കോടി രൂപ ഫണ്ട് അനുവദിച്ച് ബോർഡ് സ്ഥാപിച്ചെന്നും 10 വർഷം മുൻപ് പ്രഖ്യാപനമുണ്ടായെങ്കിലും ഇതുവരെ നടപടിയായില്ല. എന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും വാഗ്ദാന നിരയിൽ മുൻപന്തിയിലാണ് പറളി ഓടന്നൂർ പതിപ്പാലം. പഴയന്നൂർ വടക്കേക്കര ശുദ്ധജല വിതരണ സമിതിയുടെ ജലനിധിയിൽ നിന്നും കുടിവെള്ളം കിട്ടാതെ വലഞ്ഞ് പ്രദേശവാസികൾ. പഴയന്നൂർ 18-ാം വാർഡിലെ ഭജനമഠം പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. കടുത്ത വേനലിൽ ദാഹജലത്തിനായി ജലനിധി ആശ്രയിക്കുന്ന പ്രദേശവാസികളാണ് കുടങ്ങളുമായി പ്രതിഷേധത്തിനിറങ്ങിയത്. കനത്ത ചൂടിൽ കിണറുകളും ജലസംഭരണികളെല്ലാം വറ്റിത്തുടങ്ങുന്ന സമയത്ത് ജലനിധിയിൽ നിന്നെത്തുന്ന വെള്ളവും കിട്ടാതായതോടെ പ്രതിസന്ധിയിലാണ് പ്രദേശവാസികൾ. പൊതുകിണറുകളിലും ജലലഭ്യത കുറഞ്ഞതിനാൽ പ്രദേശവാസികളിൽ അധികവും മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറിപ്പോയി. എന്നാൽ ജനപ്രതിനിധികൾ പ്രശ്നപരിഹാരത്തിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. പ്രദേശത്തെ പൊതുകിണറുകൾ ഉണ്ടെങ്കിലും ചെയറെടുക്കാത്തതും അറ്റകുറ്റപ്പണികൾ നടത്താത്തതും ജലലഭ്യത കുറയുന്നതിന് കാരണമായി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിലും പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ. 4 ദിവസത്തിലൊരിക്കൽ വെള്ളം കിട്ടുന്നുണ്ടെങ്കിലും വീട്ടിലെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സാധിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വർഷങ്ങളായിട്ട് ഇത് കാണുന്നതല്ലേ. ഇപ്പോൾ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ അവർ ഇന്നും ഇന്നലെ ഉള്ളവരല്ല. അവർ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇവിടെ നിൽക്കുന്ന വാർഡിലെ മെമ്പേഴ്സ് ആണെങ്കിലും അവർ ഈ വാർഡിൽ തന്നെ ഉള്ള മെമ്പർമാരാണ്. അവർക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളമില്ല എന്നുള്ളത്. പക്ഷെ അവരുടെ വീട്ടിൽ വെള്ളം ഇല്ലെങ്കിൽ പോലും അവർക്കതൊരു പ്രശ്നമല്ല. അത് മൈൻഡ് ചെയ്തവർ പോകണ്ടേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും വെള്ളമില്ല എന്നുള്ള രീതിക്ക് അവർ പോകുന്നത്. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ ഒരു പരിഹാരം എല്ലാത്തിനും വേണം. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ ഓരോ കുടുംബങ്ങളും ഭയങ്കരമായിട്ട് നമുക്ക് എന്നും പൈസ കൊടുത്ത് വണ്ടിയിൽ വെള്ളം അടിക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരും അല്ല. അന്നേക്കന്നേ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. അതും കൂടി ഇല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനടക്കം ഇവിടെ നിന്ന് വീടും സ്ഥലം ഉണ്ടായിട്ട് വാടകയ്ക്ക് പോയിരിക്കേണ്ട അവസ്ഥയാണ്. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്ത അധികൃതരുടെ നടപടികൾക്കെതിരെയാണ് കാലിക്കുടങ്ങളുമായി പൊതുനിരത്ത് വീട്ടമ്മമാർ പ്രതിഷേധത്തിനിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൂരാവേശത്തിൽ തൃശൂർ. സാമ്പിൾ വെടിക്കെട്ടോടെ ശക്തന്റെ നഗരി ആഘോഷ നിറവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരേ വ്യക്തിക്കാണെന്നത് ഇത്തവണത്തെ പ്രത്യേകതയാണ്. മുണ്ടത്തിക്കോട് സ്വദേശി PM സതീഷാണ് ഇരു വിഭാഗത്തിന്റെയും വെടിക്കെട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. 20-ന് പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട്. 19-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. പകൽപൂരം ഉപചാരം ചൊല്ലി പിരിഞ്ഞ ശേഷവും വെടിക്കെട്ടുണ്ടാകും. തൃശൂർ പൂരം പ്രതിസന്ധി ഒഴിവായി.
വനംവകുപ്പിന്റെ രണ്ടാമത്തെ വിവാദ ഉത്തരവും സർക്കാർ പിൻവലിച്ചു. ആനകളുടെ റീവെരിഫിക്കേഷൻ സംബന്ധിച്ച നിബന്ധനയാണ് ഒഴിവാക്കിയത്. സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് ദേവസ്വങ്ങളും ആനയുടമകളും രംഗത്തെത്തി. ഇതിനിടെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. ആനകളുടെ പരിശോധനയ്ക്ക് വനംവകുപ്പിന്റെ വൻ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിലായിരുന്നു ആനകളെ റീവെരിഫിക്കേഷൻ നടത്തണമെന്ന നിർദ്ദേശം. ഉത്തരവ് നടപ്പാക്കിയാൽ ആനകളുടെ ആരോഗ്യസ്ഥിതി തെളിയിക്കുന്നതിന് ദിവസങ്ങൾ നീണ്ട പരിശോധന വേണ്ടിവരുമെന്നും ഇതിനാൽ ആനയെ വിട്ടു നൽകാനാകില്ലെന്നും ഉടമകൾ അറിയിച്ചിരുന്നു. പിന്നാലെ ദേവസ്വവും പ്രതിഷേധം രേഖപ്പെടുത്തിയതോടെയാണ് മന്ത്രി കെ രാജൻ വനം മന്ത്രിയുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത്. ഞങ്ങൾ പറഞ്ഞിരുന്നു, അതാത് ഘട്ടങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പൊതുപെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴും വളരെ ഗൗരവത്തോടു കൂടി തന്നെ തിരുവമ്പാടി, പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന പൂരത്തിൽ അവരുടെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി CCF-മായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ ഇറക്കിയിരുന്നു. ആ പ്രശ്നം ഇന്ന് രാവിലെ വനം വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള 12ാമത്തെ കാര്യം, റീവെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ആ പോർഷൻ പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകും. അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് 12ാമത്തെ കോളം, 12ാമത്തെ ആവശ്യം, അതായത് റീവെരിഫിക്കേഷൻ എന്ന ആവശ്യം സർക്കുലറിൽ നിന്ന് മാറ്റണം എന്നാലോചിച്ചു. സ്വാഭാവികമായിട്ടും തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം 12ഉം 13ഉമാണ്. 12 മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നെ 13-ന് കാര്യമായ പ്രസക്തി ഉണ്ടാകില്ല. കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ടില്ല. പൂരപ്രേമികളും സംഘാടകരുമായി അതത് സമയങ്ങളിൽ ആലോചിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ധാരണ. വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനാ സർട്ടിഫിക്കറ്റുള്ള ആനകളുടെ ഫിറ്റ്നസ് പുനഃപരിശോധന അപ്രായോഗികമെന്ന് വനം മന്ത്രിയും വ്യക്തമാക്കി. ഇതിനിടെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. നാളെയാണ് പൂരവിളംബരം. 19-നാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പൂർത്തിയാകാത്ത റൂഫിംഗ് പ്രവൃത്തി അപകട ഭീഷണിയാകുന്നു. കെട്ടിടത്തിന് മുകളിൽ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച പണി പൂർത്തിയാകാത്ത മേൽക്കൂരയുടെ 40ഓളം കാലുകൾ തുരുമ്പെടുത്ത നിലയിലാണ്. വലിയ ദുരന്തത്തിന് നഗരം സാക്ഷിയാകേണ്ടി വരുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലമുള്ള ചോർച്ചയ്ക്ക് പരിഹാരമെന്ന നിലയിലാണ് 10 വർഷം മുമ്പ് ഇരുമ്പ് ഷീറ്റ് മേയാൻ തീരുമാനിച്ചത്. എന്നാൽ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു. താൽക്കാലിക റൂഫിങ്ങിനായി സ്ഥാപിച്ച 40ഓളം ഇരുമ്പ് തൂണുകൾ ഇപ്പോൾ തുരുമ്പെടുത്ത് വേർപെട്ട നിലയിലാണ്. നൂറുകണക്കിന് ബസ്സുകളും യാത്രക്കാരും വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിൽ വലിയ അപകട ഭീഷണി നിലനിൽക്കുകയാണെന്ന് സാമൂഹ്യപ്രവർത്തകൻ നിഖിൽ കൊടിയത്തൂർ ചൂണ്ടിക്കാട്ടി. അധികാരികൾ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിഖിൽ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് പട്ടണത്തിൻ്റെ നടുവിൽ വർഷങ്ങളായി നിലകൊള്ളുന്ന ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഈ പഴക്കം ചെന്ന ബിൽഡിങ്ങിൻ്റെ ചോർച്ചയും മറ്റും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി റൂഫ് ഇടാൻ വേണ്ടി ചെയ്തു വെച്ച ഈ ഫ്രെയിം ഇരുമ്പുകളെല്ലാം ദ്രവിച്ച് വളരെ ദുരന്തകരമായ ഒരു സാഹചര്യത്തിലാണ്. വലിയൊരു അപകടത്തിന് ഈ നഗരം സാക്ഷിയാവേണ്ടി വരും. ഏകദേശം 40ഓളം കാലുകൾ ഈ ഫ്രെയിമിനെ താങ്ങി നിർത്തുന്നുണ്ട്. അതിൽ 30-ൽ പരം ഫ്രെയിമുകളും വേറിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണാനുള്ളത്. ഇതിന് അധികാരികളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ജാഗ്രതയോടുകൂടിയുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവഹാനി സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റൂഫിംഗ് ഷീറ്റ് സ്ഥാപിക്കാൻ ഇരുമ്പുകൊണ്ടുള്ള കാലും ഫ്രെയിമുകളും നിർമ്മിച്ച് പ്രവൃത്തി പൂർത്തീകരിക്കാത്തതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും അനാസ്ഥ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ശക്തമായ കാറ്റടിച്ചാൽ ഇരുമ്പുകാലുകൾ ഉൾപ്പെടെ നിലം പൊത്തുമെന്നിരിക്കെ അപകട ഭീഷണി ഒഴിവാക്കാൻ സത്വര നടപടി അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കമ്പനിപ്പടിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അമ്പലപ്പാറ ചുനങ്ങാട് സ്വദേശി കാണിക്കൽ വീട്ടിൽ ബഷീറിന്റെ മകൻ 36-കാരൻ മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപകടം. ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലിക ഷെഡ് നിർമ്മിക്കുന്നതിനിടെ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മുളൂർക്കര പഞ്ചായത്തിൽ അക്കരത്തൊടി വീട്ടിൽ പരേതനായ കറുപ്പൻ മകൾ ശാന്തകുമാരിയാണ് മരിച്ചത്.
മാതാവ് കുഞ്ഞിപ്പെണ്ണിന് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീട് പണിയാനായി പഴയ വീട് പൊളിച്ച് പുതിയ ഓടിട്ട വീട് നിർമ്മിക്കുന്നതിന് സഹായത്തിനായാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മകൾ ശാന്തകുമാരിയും ഭർത്താവും എത്തിയത്. ശാന്തകുമാരിയും ഭർത്താവും പണിയെടുക്കുന്നതിനിടയിൽ പഴയ മണ്ണിട്ട ചുമരിടിഞ്ഞ് ഇവരുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ പ്രദേശവാസികളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത്, വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ, മുൻ പ്രസിഡന്റ് എം.എച്ച്. അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായിരുന്ന രാധാകൃഷ്ണന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ച് മണ്ണൂരിൽ അനുസ്മരണ യോഗം നടന്നു. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. അനുസ്മരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം. ശിവപ്രകാശ് അധ്യക്ഷനായി. ഒരുപാട് ത്യാഗങ്ങൾ സങ്കടങ്ങൾ കഴിച്ചും അങ്ങനെയൊക്കെ ആണെങ്കിലും ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒറ്റക്കെട്ടായി ആരോഗ്യസ്ഥിതിയൊക്കെ BM അൻവർ സാദിഖ്, INTUC ജില്ലാ സെക്രട്ടറി PC പ്രീദത്ത്, KP മുനീർ, അശ്വജിത്ത്, പഞ്ചായത്ത് അംഗം PU റെജുല, സക്കറിയ, PC പക്കീർ മുഹമ്മദ്, PC രവികുമാർ, സിദ്ദിഖ്, ചന്ദ്രൻ, ബേബി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നരേന്ദ്രമോദിയെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയുടെ വാഗ്ദാനങ്ങൾ കേരള ജനത വിശ്വസിക്കില്ല. ജനങ്ങളെ എന്നും പറ്റിക്കാമെന്ന ധാരണ വേണ്ട. പൗരത്വ ഭേദഗതി നിയമത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൗനം RSS അജണ്ട നടപ്പാക്കുന്നതല്ലേ എന്നും പിണറായി വിജയൻ. BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയെ മതരാഷ്ട്രമാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കാർഷിക, വ്യാവസായിക, റെയിൽവേ മേഖലകളിലെ സാധ്യതകൾ പാലക്കാടിന്റെ സമഗ്ര വികസനത്തിനായി പരമാവധി പ്രയോജനപ്പെടുത്താൻ അവസരം നൽകണമെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. പര്യടനത്തിനിടെ സിറ്റിംഗ് MPയെ രൂക്ഷമായി വിമർശിച്ച് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പഞ്ചായത്ത് അംഗത്തിന്റെ ഉത്തരവാദിത്തം നിറവേറ്റാനല്ല ജനങ്ങൾ MPയെ ദില്ലിയിലേക്ക് അയച്ചതെന്ന് വിമർശനം. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ ചായ മക്കാനിയുമായി UDYF. മോദി സർക്കാർ ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. കേന്ദ്ര സർക്കാരിന്റെ ശ്രമം മതേതരത്വം തകർത്ത് വർഗീയത വളർത്താൻ. ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF പ്രചരണ യോഗങ്ങൾ. പാലക്കാട് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കേരളത്തിൽ ആദ്യമായി ഡബിൾ ഡെക്കർ ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം. ഉദയ എക്സ്പ്രസ് പാലക്കാട്ടെത്തിയത് സ്ഥിരം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി. പാലക്കാട് ജംഗ്ഷനിലെ സൗകര്യങ്ങൾ തൃപ്തികരം. ഡിവിഷൻ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ട്രെയിനിനെ വരവേറ്റു. കൊടും വേനലിൽ ജലസംഭരണത്തിൽ വീഴ്ച. മങ്കര കണ്ണംകടവ് തടയണയിലെ ജലം ഷട്ടറിടാത്തതിനാൽ ഒഴുകി പാഴായി. അധികൃതരുടെ അനാസ്ഥയെന്ന ആക്ഷേപം. കൊടും വേനലിൽ നീർത്തടങ്ങൾ മരുഭൂമിയായി. കൽപ്പാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയും വറ്റി. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പൂർത്തിയാകാത്ത റൂഫിംഗ് പ്രവൃത്തി അപകട ഭീഷണിയായി. 10 വർഷം മുൻപ് പാതിയിൽ നിലച്ച പ്രവൃത്തിയുടെ ഇരുമ്പുകാലുകൾ തുരുമ്പെടുത്ത നിലയിൽ. ശക്തമായ കാറ്റടിച്ചാൽ ഭാഗികമായി പൂർത്തീകരിച്ച റൂഫിംഗ് നിലംപൊത്തുമെന്ന് ആശങ്ക. ദുരന്തം ഒഴിവാക്കാൻ അധികൃതർ സത്വര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. പൂരാവേശത്തിൽ തൃശൂർ. സാമ്പിൾ വെടിക്കെട്ടോടെ ശക്തന്റെ നഗരി ആഘോഷ നിറവിലേക്ക്. ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ 2ാമത്തെ സർക്കുലറും പിൻവലിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കും പരിഹാരം. പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനത്തിനും തുടക്കമായി. വിശ്വപ്രസിദ്ധമായ പൂരം 19-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.